ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പതിവ് പോലെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വീക്കെൻഡാണ്. അപ്പോൾ ഇന്ന് മേ ബി ഒരു 2 മണിക്കൂറൊക്കെ ഞാൻ നടക്കുമായിരിക്കാം. അപ്പോൾ എന്തായാലും നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളോട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഒരു വീഡിയോ എടുത്തിങ്ങനെ നടക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമുക്ക് സ്ഥലങ്ങൾ കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു കൃഷി സ്ഥലമാണ് കേട്ടോ. അപ്പുറത്തെ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അത് മെയിൻ റോഡാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ ബാക്കിൽ മൊത്തം കൃഷി സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ കൃഷി നടക്കുന്നില്ല, കാരണം തണുപ്പാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഇങ്ങനത്തെ നടക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ 2 ഷോർട്സ് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, കുറേ പേരല്ല കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമാണ്, മൃഗങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ലേ, സേഫാണോ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ ഇറങ്ങണമെന്നൊക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ നടക്കുന്ന വഴിയിൽ ഞാൻ ഇത്ര നേരമായിട്ട് ആരും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% സേഫൊന്നുമല്ല. നമ്മൾ കുറച്ചൊക്കെ നോക്കിയും കണ്ടൊക്കെ വേണം നടക്കാനായിട്ട്. കാരണം ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമില്ല. അതായത് ആന, പുലി, പാമ്പ് ഇങ്ങനത്തെ ശല്യം ഇവിടെ ഇല്ല. പക്ഷേ നമ്മൾ പേടിക്കേണ്ടത് മനുഷ്യന്മാരെയാണ്. കാരണം ഇപ്പോൾ കള്ളും കഞ്ചാവൊക്കെ ആയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് പ്രാന്ത് മൂത്ത് നമ്മളെ വന്ന് കത്തി കൊണ്ട് കുത്തുക, അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോവുക, ഇതൊക്കെ ഇവിടെ സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് വരാനായിട്ട്. പിന്നെ പോകെ എനിക്ക് മനസ്സിലായി എന്നെ ഒരു പട്ടിക്കുറുക്കനും വേണ്ട. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ പേടിക്കണം. ഞാനിപ്പോൾ കൂടുതലും ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് നടക്കാൻ ശ്രദ്ധിക്കാറുള്ളത്. ആൾക്കാരില്ലാത്ത സ്ഥലത്ത് കൂടെ ഞാൻ അങ്ങനെ അധികം നടക്കാനായിട്ട് വരാറില്ല. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത്ര നേരമായിട്ടും ഞാനിവിടെ ഒരാളെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് പോവാണ്. പിന്നെ ഈ പേടിക്കേണ്ടത് അത്ര വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു കരുതലെടുത്ത് നടക്കുക, അത്രേ ആവശ്യമുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ഇവിടെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ വട്ടളകി നടക്കണവരാണ്. അതായത് ഇടയ്ക്ക് ഒരു പ്രാന്തളത്ത് ഒരു ഇളക്കത്തിന് വന്ന ആൾക്കാരെ വന്ന് കത്തിക്കൊണ്ട് കുത്തുക, പിന്നെ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് ബോധമില്ലാണ്ട് നടക്കുന്ന ടീംസൊക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അങ്ങനത്തെ കുറേ കേസുകൾ ഇവിടെ നടക്കാറുണ്ട്. റേപ്പ് കേസുകളായാലും നടക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ആൾക്കാരെ കാണാതാവുക, അങ്ങനത്തെ കുറേ കേസുകളൊക്കെ ഇവിടെയും നടക്കാറുണ്ട് കേട്ടോ. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട്, പക്ഷേ ഇത്തിരി കുറവാണ്, എന്നാലും ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ സേഫാണോ എന്ന് ചോദിച്ചാലുള്ള ഉത്തരമാണ് കേട്ടോ. 100% സേഫൊന്നുമല്ല. നമ്മളെ തന്നെ നോക്കി നടക്കുക, അത്ര തന്നെ. പക്ഷെ മൃഗങ്ങൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഓരോ മുക്കിലും മൂലയിലും ഇതേപോലെ ഇങ്ങനെ സ്ഥലങ്ങൾ, അതായത് നെയിം ബോർഡ് കാണാൻ പറ്റും. അതായത് ഇങ്ങോട്ട് പോയാൽ എവിടെ എത്തും, അതേപോലെ ഇങ്ങോട്ട് പോയാൽ എവിടെ എത്തും, എത്ര കിലോമീറ്റർ പോകണം, ഇങ്ങനത്തെ എല്ലാ വിവരങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാരണം നമ്മളങ്ങനെ സ്ഥലം തെറ്റുമോ അല്ലെങ്കിൽ അങ്ങനത്തെ പേടിയുടെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് കാട് പിടിച്ചൊരു പ്രദേശമൊന്നുമല്ല കേട്ടോ. ഇവിടെ ജനവാസ മേഖലയാണ്, പക്ഷേ ജനങ്ങൾ ഇത്തിരി കുറവാണെന്നുള്ളൂ. അതായത് വീടുകളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അകന്നൊക്കെയാണ്. പിന്നെ കാറ് പോണ സ്ഥലമാണ്. 30 സോണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടികൾ പോകുന്ന സ്ഥലമാണ്. പിന്നെ കുറേ പേര് പട്ടികളെയും കൊണ്ടൊക്കെ ഇറങ്ങാറുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ്. അതായത് മറ്റത് വിൻ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മൂടിപ്പിടിച്ച് എപ്പോഴും ഇരുണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നതിൽ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടാവാം. പിന്നെ വന്നാലും തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ അധികം ദൂരമൊന്നും അങ്ങനെ പോകുന്നില്ല. കാണാനും ഒരു ഭംഗിയൊന്നും ഉണ്ടായിരിക്കില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും. പക്ഷേ ഇപ്പോൾ തണുപ്പൊക്കെ മാറി സ്പ്രിങ് തുടങ്ങിയപ്പോൾ ഉച്ചയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ. രാവിലെ 1 ഡിഗ്രിയും ഉച്ചയാകുമ്പോഴേക്കും 17-18 ഡിഗ്രിയിലോട്ടൊക്കെയാണ് വരുന്നത്. 17-18 ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ ചൂടല്ല. എന്നാലും രാവിലത്തെ തണുപ്പിൽ നിന്ന് പെട്ടെന്ന് നല്ല ചൂടുള്ള വെയിലും ടെമ്പറേച്ചർ മാറുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാവും. പിന്നെ നല്ല തെളിഞ്ഞ ആകാശവും പിന്നെ ഇങ്ങനത്തെ പച്ചപ്പൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇറങ്ങി നടക്കാൻ തോന്നും. ഇപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ നല്ല ഇങ്ങനെ മൂടി പിടിച്ച വിൻ്റർ ആ സമയത്ത് നിന്ന് ഇങ്ങനത്തെ നല്ല വെയിലുള്ള നല്ല ചൂടുള്ള ഒരു ദിവസം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അയ്യോ വെറുതെ ഒരു ദിവസം പോയല്ലോ എന്ന് ഭയങ്കര വിഷമമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ എപ്പോഴും പുറത്തിറങ്ങി നടക്കാൻ, വീട്ടിലിരിക്കാൻ അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇങ്ങനെ വരുന്നത് ഭയങ്കര ഒരു സമാധാനമാണ്. ഇതും അതേപോലെ ഒരു കൃഷി സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ഒരു ചേട്ടൻ അവിടെ നിന്നിങ്ങനെ പണി എന്തോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ ചേട്ടൻ്റെ സ്ഥലമായിരിക്കാം ഇത്, ഐ ഡോണ്ട് നോ. ഇവിടെ എന്തോ ചാണകം പോലത്തെ ഒരു സാധനം കിടക്കുന്നുണ്ട്.
അപ്പോൾ ഇത് മൊത്തം കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ എന്താ പറയുക, ഇലകളില്ലാതെ നിൽക്കുന്ന ഈ മരങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അതൊക്കെ ആപ്പിൾ മരങ്ങളാണ് കേട്ടോ. ആപ്പിള് പിന്നെ ബെറീസിൻ്റെ ഒക്കെ മരങ്ങളാണ്. അത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ ഈ വഴി ഈ സൈഡിലൊക്കെ ആയിട്ടതേ ഇതേപോലെ ഇങ്ങനെ കിടക്കണം കാണാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ സാധനം പട്ടിക്കാട്ടാന്ന്. കണ്ട കുറേ ഇങ്ങനെ കിടക്കണം കാണാം. പിന്നെ മനസ്സിലായത് ഇത് ഈ മുകളിലത്തെ ഈ മരത്തുമ്പോൾ വീഴുന്ന കായാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വാൾനട്ട് കാണാം. കണ്ട ഈ കിടക്കുന്നതൊക്കെ വാൾനട്ടാണ്. അതൊക്കെ പൊട്ടി. കണ്ട വാൾനട്ടാണത്. ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാണ്ട് ആരെങ്കിലും കൂട്ട് വിളിച്ച് നടന്നുകൂടെ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. സംഭവം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതേപോലെ നടക്കാൻ പോകുമ്പോൾ ഞാനും ഹസ്ബൻഡ് റൂബിനും പിന്നെ എൻ്റെ 2 പിള്ളേരും കൂടി ഒരുമിച്ചാണ് നടക്കാൻ പോകാറ്. പക്ഷെ അന്ന് മോൻ കുറച്ചുകൂടി ചെറുതായിരുന്നു. അപ്പോൾ അവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ കിടന്ന് ഉറങ്ങും. പിന്നെ എസ് പിന്നെ നടന്നോളും, അവൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഡേ കെയറിൽ പോയി തുടങ്ങി അവൾക്ക് അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ഡേ കെയറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ മലയും കുന്നൊക്കെ കയറ്റി അതിനെ ഒന്നും കൂടി ക്ഷീണിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഈ സാക്കായാലും ഇപ്പോൾ കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേക്കും. അവന് പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇറങ്ങി നടക്കണം. അവൻ പിന്നെ ആ സ്ട്രോളറിൽ വണ്ടിയിൽ ഇരിക്കില്ല. പിന്നെ നമ്മൾ നടക്കാൻ വരുന്ന ഒരു എക്സസൈസായിട്ട് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നല്ല സ്പീഡിൽ നടക്കണമല്ലോ. പിന്നെ ഇപ്പോൾ തണുപ്പ് വെയിൽ ആയി തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആസിഫ് അലി പറഞ്ഞ പോലെ ഇപ്പം ഞാനിപ്പോൾ ഫുൾ ടൈം വീട്ടിലിരിപ്പാണ്. ഇപ്പോൾ അവരെ നോക്കി വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വട്ടി പിടിച്ച് തുടങ്ങും. തലയ്ക്ക് ഏത് നേരം ഞേന്ന് കരച്ചിലും പിന്നെ അവരുടെ വാശിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു നമ്മളിങ്ങനെ എക്സോസ്റ്റ് ആവും. അപ്പോൾ ആസിഫ് അലി പറഞ്ഞ പോലെ സ്വന്തം വേറെ ഉള്ളവരുടെ പിള്ളേരാണെങ്കിൽ കളിപ്പിക്കാനും ഇതൊക്കെ ഒന്ന് നോക്കാനൊക്കെ രസമാണ്. പക്ഷെ സ്വന്തം പിള്ളേരാകുമ്പോൾ നമ്മൾ കുറച്ച് ഇതാവും. അതും ഈ ശല്യങ്ങളാണെന്നല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് കുറച്ച് ഒരു മീ ടൈം എന്ന പോലെ ഞാനപ്പോൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. അതായത് ആരുമില്ലാതെ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും അതൊരു നല്ലൊരു സമാധാനവും ഉണ്ട്. അതേപോലെ തന്നെ ഒന്ന് റീഫ്രഷ് ആവുന്നുമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതേപോലെ ഇങ്ങനെ അമ്മമാർ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ പോയി നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ട് കേട്ടോ. ഞാൻ അതിന് ടാബ്ലറ്റ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊന്നും എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാലും ഭക്ഷണം കഴിക്കാതിരുന്നാലും നമ്മളിങ്ങനെ വണ്ണം വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നല്ലപോലെ ഹെൽത്ത് ഇതേപോലെ ഇങ്ങനെ എക്സസൈസുകളൊക്കെ ചെയ്യണം. നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്, മസിൽസിന് വേണ്ട എക്സസൈസും അതേപോലെ നടത്താൻ ഓട്ടം എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ചെയ്യണം ഫിറ്റായിട്ടിരിക്കാനായിട്ട്. അല്ലെങ്കിൽ അത് നമ്മുടെ എന്താ പറയുക ഹെൽത്തിനത് ബാധിക്കും. അതുകൊണ്ട് കൂടിയാണ് നടക്കാൻ ഇറങ്ങുന്നത്. പിന്നെ വെയിറ്റൊക്കെ കുറയ്ക്കണം അതുകൊണ്ട്. പിന്നെ ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ളത് ഞാൻ കണ്ടുപിടിച്ചത് എനിക്ക് എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ്. എനിക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അമ്മയ്ക്കുണ്ട്. അതിൻ്റെ പുറമെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ 2 സിസേറിയനായിരുന്നു കേട്ടോ എനിക്ക്. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇതേപോലെ 4-ാം മാസമായപ്പോൾ തൊട്ട് എനിക്ക് പീരീഡ്സ് ആവാറായി. അതായത് 1 മന്ത് ഫുള്ള് ബ്ലീഡിങ്, പിന്നെ അടുത്ത മാസം ചിലപ്പോൾ വരില്ല. അങ്ങനെ ഇറഗുലറായിരുന്നു. പിന്നെ മെൻസസ് ആവുന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ലപോലെ ബ്ലീഡിങ് ഒക്കെ ആയിരുന്നു. അതേപോലെ എപ്പോഴും ഭയങ്കര ക്ഷീണം, ഒന്നും ചെയ്യാൻ തോന്നില്ല, ഒരു ഉഷാറില്ല ഒന്നിനും. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാനങ്ങനെ ഒരു 5 മാസത്തോളം ഞാനങ്ങനെ അതും വെച്ച് നടന്നു കേട്ടോ. ഇതെന്തൊരു സംഭവം എന്ന് മനസ്സിലാവാണ്ട് ഞാനാദ്യം ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ യൂട്രസൊക്കെ ആൾ നോക്കിയപ്പോൾ എല്ലാം നോർമലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹൗസ് ആർട്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അതിൽ TSHൻ്റെ ലെവൽ വ്യത്യാസം കണ്ടത്. അങ്ങനെയാണ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ട് ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ടാബ്ലറ്റും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിറ്റമിൻ ഡിയും എനിക്ക് കുറവായിരുന്നു. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും നമുക്കിവിടെ കാണിക്കും. അതായത് നമ്മുടെ ഇവിടെ വിൻ്ററിൽ നമുക്കിവിടെ വെയിൽ, പിന്നെ ഇങ്ങനത്തെ രാജ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അടക്കതൊക്കെ ചെക്ക് ചെയ്യണം. എനിക്ക് വിറ്റമിൻ ഡി കുറവായതിൻ്റെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ഒന്നിനും ഒരു ഉഷാറില്ല, ദേഷ്യം വരാ, എപ്പോഴും ദേഷ്യപ്പെടാം, അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാണ്ടായി തുടങ്ങി. അപ്പോൾ വിറ്റമിൻ ഡി, കാൽഷ്യം, ഒമേഗയുടെ ടാബ്ലറ്റ്,
പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് അശ്വഗന്ധ ടാബ്ലറ്റ് ഉണ്ടല്ലോ, ആയുർവേദ അശ്വഗന്ധ ടാബ്ലറ്റ്, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അശ്വഗന്ധ എനിക്ക് തോന്നണേ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കഴിക്കണില്ല. പക്ഷേ ഒമേഗ മൾട്ടി വിറ്റമിൻ, പിന്നെ വിറ്റമിൻ ഡി പ്ലസ് കാൽഷ്യം, ഇതാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ രാവിലെ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് ഈ മെഡിസിൻസൊക്കെ ഞാൻ ലഞ്ചിന് ശേഷവും ഡിന്നറിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് വട്ടമൊക്കെ കുറഞ്ഞു. ഇപ്പോൾ നല്ല സമാധാനമാണ്. ഇനി അങ്ങോട്ട് ഇറക്കാണ് കേട്ടോ. നമ്മൾ കയറിയ കുന്നൊക്കെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ ഓടിയിട്ട് ഇറങ്ങാനാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ ഇറക്കത്ത് ഓടരുത് എന്ന് പറയുക, നമ്മൾ പെട്ടെന്ന് വീടെന്ന് പറയും റോബിൻ. പക്ഷേ എനിക്ക് പറഞ്ഞതനുസരിച്ച് ശീലമില്ല, പറഞ്ഞതനുസരിക്കാറില്ല ഞാൻ. അത് കാരണം ഞാൻ എന്തായാലും ഓടും. പിന്നെ ചെറുതായിട്ട് പതുക്കെയാണ് കേട്ടോ ഓടുള്ളൂ, വല്ലാണ്ട് സ്പീഡിലൊന്നും ഓടില്ല. പിന്നെ ഇറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ കൺട്രോളില്ലാണ്ട് ഇനി അങ്ങനെ കാലിനെ പിടിച്ച് വെച്ചാൽ ഇറങ്ങാറ്. അപ്പോൾ അതിനുമ്പോൾ അതെനിക്ക് ഓടുന്നതാണ് നല്ലതെന്ന് തോന്നി. പിന്നെ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു, ഞാൻ വീട്ടിലോട്ട് തിരിച്ച് പോവാണ്. ഏകദേശം ഒരു 6 കിലോമീറ്റർ ഞാൻ നടന്നു. ഇനി വീടെത്തുമ്പോഴേക്കും ഒരു 7 ആവും. അപ്പോൾ ഇന്നത്തേക്ക് അത്രയാണ് വേണ്ടു. അങ്ങനെ നടത്തം കഴിഞ്ഞ് തിരിച്ചെത്തി. ഞാൻ ഫുഡ് ഉണ്ടാക്കി, ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. അതായത് നമ്മൾ ഇപ്പോൾ 5 മണിയായിട്ടാണ്, 4:30 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഡിന്നർ കഴിക്കാറുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അപ്പോൾ ഒരു ചോദ്യം വരുന്നത് വിശക്കില്ലേ എന്നാണ്. വിശക്കാനായിട്ട് ഞങ്ങളൊരു 8:30 9 മണി 9:30 ആകുമ്പോഴേക്കും ഞങ്ങൾ കിടക്കും, ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കത് ശീലമായി. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വിശക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല എന്താ പറയുക ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് കാര്യമായിട്ട് വിശക്കാറില്ല, വല്ലപ്പോഴൊക്കെയാണ് വിശക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിന്നർ കഴിഞ്ഞു. ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. കാരണം കുറേ നാളായി ഞാൻ കുറേ നാളല്ല, ഞാൻ ഒരാഴ്ചയിൽ വെളിച്ചെണ്ണ തേച്ച് കുളിക്കും. അടുത്ത ആഴ്ചയിൽ ഗ്ലൈക്കോളിക് ടോണർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ ഓർഡിനറിയുടെ ഈ ഒരു ടോണർ തലയിൽ തേച്ചിട്ട് ഷാമ്പു ചെയ്ത് കളയാണ് ചെയ്യാറ്. അങ്ങനെയാണ് കുളിക്കുക. തല ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ സ്ഥിരമായിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയെല്ലാം കൊഴിഞ്ഞുപോയി നമ്മൾ മുട്ടച്ചേരി മാറും. കാരണം നാട്ടിലത്തെ കാലാവസ്ഥയല്ല ഇവിടുത്തെ കാലാവസ്ഥ. പിന്നെ നമുക്ക് ഇവിടെ നല്ലപോലെ ഡ്രൈ സ്കാൽപ്പ് ആവും. അപ്പോൾ ഇങ്ങനെ തലയിൽ തൊടുമ്പോഴേക്കും വെള്ളപ്പൊടികൾ ഇങ്ങനെ പൊഴിയാൻ തുടങ്ങും, സ്നോഫോൾ വരും. അപ്പോൾ അതിനാണ് ഞാൻ ആ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ടോണർ യൂസ് ചെയ്യുന്നത്. അത് തേച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എൻ്റെ തലയിൽ വെള്ളപ്പൊടി കാണാനേ ഇല്ല. അപ്പോൾ ഞാനിവിടെ കാച്ചിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതായത് കറ്റാർവാഴ, റോസ്മേരിയുടെ ഇല, പിന്നെ എള്ള്, വേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കാച്ചിയ വെളിച്ചെണ്ണയാണ്. കോക്കനട്ട് ഓയിൽ പിന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ ഉഴിച്ചലിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കണ്ടു നവര ഫേഷ്യൽ. അപ്പോൾ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ 2000 രൂപയാണ് സംഭവത്തിന്. 3 മണിക്കൂറിൻ്റെ ഒരു ഫേഷ്യൽ, നവര ഫേഷ്യൽ, ആയുർവേദമാണ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നവരയുടെ ഫേസ് മാസ്ക് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ ആ മാസ്ക് വാങ്ങിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ഈ സംഭവം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ വെളുത്തിട്ട് പാറും എന്നല്ല പറയുന്നത്, നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ പോയിട്ട് ചെറിയൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല, ഉള്ള കാര്യം പറയാലോ. എന്നാലും എനിക്ക് ഒരാഴ്ചക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊന്നും പറ്റാറില്ല. അപ്പോൾ എനിക്ക് സമയമുള്ളപ്പോൾ അതുപോലെ വെളിച്ചെണ്ണ തേച്ച് കുടിക്കുന്ന ദിവസങ്ങളിൽ എന്തായാലും ഞാൻ ടൈം എടുക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാനിത് തേക്കാറുണ്ട്. കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. പാലിൽ കുറുക്കിയിട്ടാണ്, അതായത് നമ്മൾ കുറുക്കണം, ഇത് അങ്ങനെ കുറുക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.